കനത്ത ചൂടത്ത് ബസ് ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ബസ്സിലെ തൊഴിലാളികളായാലും അവരെങ്ങനെയായിരിക്കും ഇതിനെ അതിജീവിക്കുന്നുണ്ടാവുക? പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ പുറത്തിറങ്ങുന്നവർക്കൊക്കെ പലരും സാധാരണക്കാരായ ആളുകളൊക്കെ ആശ്രയിക്കുന്നത് ബസ്സിനെയാണ്. യാത്രയാണെങ്കിൽ അത് മുടക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള യാത്രക്കാരും ജീവനക്കാരും ഒക്കെ ഞങ്ങളോട് സംസാരിക്കുകയാണ്. അഖിലിനോട് അവർ സംസാരിച്ചു, ഒന്ന് കേൾക്കാം. സംസ്ഥാനത്താകെ ഉഷ്ണതരംഗമാണ്, വലിയ ചൂടാണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഒരു മാർഗമാണ് ബസ് എന്ന് പറയുന്നത്. സ്വകാര്യ ബസ്സുകൾ, ആ ബസ്സിലും ചൂട് എടുത്തുകൊണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റെല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബസ് ജീവനക്കാരിൽ നിന്ന് തന്നെ ഒന്ന് ചോദിച്ചു തുടങ്ങാൻ പറഞ്ഞു. ചേട്ടാ, ഇത്തവണ എങ്ങനെയുണ്ട്? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് വളരെയധികം കൂടുതലാണ്. അതെ, വണ്ടിയിൽ ഡെയിലി യാത്ര ചെയ്യുമ്പോൾ എന്താ അവസ്ഥ? ഡെയിലി യാത്ര ചെയ്യുമ്പോൾ ഇത് ഷട്ടർ വണ്ടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഗ്ലാസ് വണ്ടിയാണ് കൂടുതൽ ബുദ്ധിമുട്ട്. നല്ല ചൂടാണ്. പിന്നെ റോഡിലെ തിരക്ക്, വാഹനങ്ങൾ കൂടുതലായതുകൊണ്ട് കണ്ടമാനം കൂടുതലുണ്ട് ചൂട്. ചൂട് കൂടി ഗ്ലാസ് പൊട്ടുമെന്നുള്ള പേടിയൊക്കെ? ഗ്ലാസ് നമ്മുടെ ഈ ഏരിയയിൽ ഇതുപോലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പാലക്കാടൊക്കെ അങ്ങനെ സംഭവിച്ചെന്ന് അറിയുന്നു. വലിയ വണ്ടിക്കൊന്നും അങ്ങനെ സംഭവിച്ചായിട്ട് അറിയുന്നില്ല. എങ്ങനെയുണ്ട് ഈ ബസ് സ്റ്റാൻഡുകളിൽ മറ്റൊക്കെ സൗകര്യം ഉണ്ടോ? ഈ ചൂട് കാരണം നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ബസ് സ്റ്റാൻഡുകളിൽ ഇവിടെ കുഴപ്പമില്ല. ഈ നാഗമ്പട സ്റ്റാൻഡ് ഇവിടെ കുഴപ്പമില്ല. തിരുനക്കര പഴയ സ്റ്റാൻഡിൽ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക്. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. അയ്യോ, പ്രാവശ്യം മാത്രം ഇതുപോലെ ചൂടുള്ളത്. എന്ത് ചേച്ചിയൊക്കെ വേർത്ത് ഇടയ്ക്ക് തുടക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അതെങ്ങനെ പറയണമെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മേലാത്ത പോലെ ചൂടാണ്. യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചൂടാണ്. രോഗികളായിട്ടുള്ളവർക്കൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഭയങ്കര ചൂടാണ്. യാത്രക്കാരും പൊതുവെ കുറവാണ്. എന്ത് പോവോ? എന്ത് ഒഴുകുമോ? എല്ലാ ചാലും വെള്ളം എടുത്ത് വെച്ചെന്ന് പറഞ്ഞാലും വെള്ളം കഴിയുന്നില്ല. കുടിച്ചിട്ടായാലും തീർന്നു പോകും. ഈ തോന്നുന്ന ചൂണ്ട കാര്യമൊന്നും പറയണ്ട. ഞാൻ പന്തളത്തുനിന്ന് യാത്ര ചെയ്തിട്ട് വരുവാണ്. കോടിമാത മുതൽ പുളിമൂടി ജംഗ്ഷൻ വരെ എത്താൻ 11:30 വന്നത് 1 മണിയായപ്പോഴാണ്. അതുപോലെ ബ്ലോക്കായിരുന്നു. പിന്നെ അതിനോട് ചൂടാകുമ്പം പറയണോ? KSRTC ബസ്സല്ല, ഗ്ലാസ് ഇട്ട ബസ്സുമാണ്, കയറത്തില്ല. ഇതുപോലെ കഷ്ടപ്പെട്ടിരിക്കുന്നു. കിട്ടിയ ജില്ല ഒരു